പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീഴ്ച കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ എണ്ണം ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു കഥ പറയാം. ഒരു കാട്ടിൽ ഒരു ചെറിയൊരു അരുവി മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. ആ അരുവിയിൽ, കാരണം വേനൽക്കാലമായി, മറ്റുള്ളിടത്തൊന്നും വെള്ളം കിട്ടാനില്ല. അപ്പോൾ ഈ അരുവിയുടെ തീരങ്ങളിലാണ് കംപ്ലീറ്റ് മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്നത്. അവിടെ ഒരു ആടും ഒരു മാനും വന്നു. രണ്ടുപേരും വെള്ളം കുടിക്കാൻ വേണ്ടി ഒരേ അരുവിയിലേക്ക് എത്തി. ഇവർ തമ്മിൽ ചെറിയ കശപശ അല്ലേ, അവിടെ ഒരു ചെറിയ വഴക്കുണ്ടായി. ഇവർ തമ്മിൽ ഇടി തുടങ്ങി. ഈ ഇടി എന്ന് പറഞ്ഞാൽ നല്ല മുട്ടൻ ഇടി. ഇവർ തമ്മിൽ ഇതിലാരെങ്കിലും ഒരുത്തനെ ഇനി ബാക്കി ഉണ്ടാവുള്ളൂ എന്ന രീതിയിൽ മത്സരിക്കാൻ തുടങ്ങി. കൊമ്പ് കോർക്കലും ഇടിക്കലും ബഹളവും ഒക്കെ. ഇവരുടെ ഇടി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇവർ തന്നെ ശ്രദ്ധിച്ചു, 2-3 കഴുകന്മാർ ഈ ഇതിൻ്റെ തൊട്ടടുത്തുള്ള മരങ്ങളിലൊക്കെ വന്നിരിക്കാൻ തുടങ്ങി. കഴുകന്മാർ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? അവർക്ക് ഉറപ്പാണ് ഇതിലേതെങ്കിലും ഒരുത്തൻ ഇടി കൊണ്ട് വീഴും, അവൻ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ അത് തിന്നാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന കഴുകന്മാരാണ്. ഇതേപോലെയാണ് ചില സമയത്ത് നമ്മളും അല്ലേ. നമ്മൾ നമ്മുടെ 2 സുഹൃത്തുക്കളൊക്കെ ആയിരുന്നു. പിന്നീട് ആ സുഹൃത്തുക്കളും നമ്മൾ ഭയങ്കരമായിട്ടുള്ള വഴക്ക് നടക്കുന്നു. ഈ വഴക്ക് നടക്കുമ്പം ഇതിനകത്തുനിന്ന് കൊന്നു തിന്നാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില കഴുകന്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഇങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ നേരത്തെ ഈ ആടും മാനും എടുത്ത ഡിസിഷൻ എന്താണെന്നറിയോ? ഇവർക്ക് 2 പേർക്കും കഥ മനസ്സിലായി. കഴുകന്മാർ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. 2 പേരും പതുക്കെ സംഗതി ആ പ്രശ്നം അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്തു. അവർ 2 പേരും കൂടി പറഞ്ഞു, എടാ നമ്മൾ ഇടി കൊണ്ട് മരിച്ചു വീഴുന്നത് കാത്തിട്ടാണ് ഈ കഴുകന്മാരിരിക്കുന്നത്. ആടിൻ്റെയും മാനിൻ്റെയും ബുദ്ധിയെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണിക്കണ്ടേ? നമ്മളെ തല്ലുകൂടിപ്പിച്ച് അതിനകത്ത് നിന്ന് അല്ലേ നമ്മുടെ ശരീരം തിന്നാൻ വേണ്ടി കാത്തിരിക്കുന്ന കഴുകന്മാർക്ക് വെറുതെ ഇരകളായിട്ട് മാറണം. അപ്പം ചിലപ്പം ഈ വഴക്കിലൊക്കെ ഇരിക്കുന്ന പല ആളുകളും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊന്ന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. ചില വിട്ടുകൊടുക്കലുകളാണ് ജീവിതത്തിൽ പലപ്പോഴും ചെയ്യുന്നത്. അപ്പം ആരോടും മത്സരം വേണ്ട. നിങ്ങളുടെ ആ ശത്രു അല്ലേ, പഴയ ഫ്രണ്ടായിട്ട് ഇപ്പൊ ശത്രുവായിട്ടുള്ള ആ ശത്രുവില്ലേ, ആ ശത്രുവിനെ ഒന്ന് ഫോൺ വിളിച്ച് നോക്കി, അദ്ദേഹത്തോടൊന്ന് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് നോക്കി, വീണ്ടും ചിലപ്പോൾ അതിനേക്കാൾ വലിയൊരു ഫ്രണ്ട്ഷിപ്പ് തിരിച്ചു കിട്ടും. പക്ഷെ വിട്ടുകൊടുക്കാനുള്ള മനോഭാവം ഉണ്ടാവണം, അല്ലെങ്കിൽ കഴുകന്മാർ കാത്തിരിക്കുന്നുണ്ട്.